CPI എന്ന് പറയുന്ന ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിക്ക് പുല്ലുവില കൽപ്പിക്കാതെ അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചു എന്ന് അറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ വലിയ സങ്കടവും നിരാശയുമാണ് തോന്നിയത്. നാണവും മാനവും മര്യാദയൊക്കെ ഉള്ളൊരു പാർട്ടിയായിരുന്നു. നല്ല വൃത്തിയും പിടിപ്പുള്ള നേതാക്കന്മാർ ധാരാളം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും CPIക്ക് ഇത് സംഭവിച്ചല്ലോ എന്നാണ് ഓർത്തത്. ഇനി അവരെന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയുണ്ടായി. മന്ത്രിസഭയിൽ നിന്ന് അവരുടെ മന്ത്രിമാരെ പിൻവലിക്കണമെന്നൊക്കെ ഇന്നലെ നടന്ന സ്റ്റേറ്റ് കൗൺസിലിൽ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ചെയ്താൽ CPM അതും സന്തോഷമാകും. 4 മന്ത്രിമാരുടെ വകുപ്പുകൾ അത് അവരങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് അത് മുഹമ്മദ് റിയാസിനും വാസവനും സജി ചെറിയാനും MP രാജകൃഷ്ണനും കൂടെ വീതിച്ചു കൊടുക്കും. റവന്യൂ വകുപ്പ് റിയാസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് നടക്കാൻ പോകുന്നത്. സത്യത്തിൽ സങ്കടകരമാണ് അവരുടെ ഒരു അവസ്ഥ. നമ്മളിപ്പോൾ അതേപ്പറ്റി സംസാരിക്കാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരേ ഒരു ആഗ്രഹം, CPIയെ കുറിച്ച് അതിരുവിട്ട വാക്കുകളൊന്നും പറയാൻ ഇടവരരുതേ എന്നുള്ളതാണ്. കാരണം പറഞ്ഞല്ലോ, മാന്യതയുള്ളൊരു പാർട്ടിയാ. അവിടുത്തെ നേതാക്കന്മാരുമായിട്ടൊക്കെ നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അവരെപ്പറ്റി നല്ലതല്ലാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇടവരരുതേ എന്ന്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോയി ചത്തുകൂടെ എന്നൊക്കെ വേണമെങ്കിൽ CPIയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറയാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത് ചെയ്യരുത്. യുദ്ധത്തിൽ വീണ് കിടക്കുക, രക്തമൊലിപ്പിച്ചുകൊണ്ട് കിടക്കുക, എന്താണ് ഇനി ചെയ്യേണ്ടതെന്നറിയാതെ കുഴങ്ങുകയാണ്. അങ്ങനെയുള്ളവരോട് നമ്മൾ ഒരിക്കലും മനസ്സ് മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. 1964 പിളർപ്പിന് ശേഷമുള്ള CPI അവരുടെ ചരിത്രത്തിൽ ഇതുപോലൊരു അപമാനം സംഭവിച്ചിരിക്കാൻ ഇടയില്ല. ഏതായാലും ഓർമ്മയിൽ ഇല്ല. അംഗബലത്തിൽ കുറവായിരുന്നു. നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും അവർ CPMന് വളരെ താഴെയായിരുന്നു. പക്ഷെ ഒരിക്കലും അവരുടെ അന്തസ് കളഞ്ഞു കുളിച്ചിട്ടില്ല. അവരെപ്പോഴും അക്കാര്യത്തിൽ ഒരുപടി മുകളിൽ നിൽക്കുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ എന്ന് വേണം അവരെ പറ്റി നമുക്ക് പറയാൻ പറ്റുക. ചരിത്രം പരിശോധിക്കുമ്പോൾ എന്നും തലയുയർത്തി നിന്ന ഒരു പാർട്ടിയായിരുന്നു CPI. 1967 133 അംഗങ്ങളാണ് നിയമസഭയിലുള്ളത്. അന്ന് 113 സീറ്റുകളിൽ ജയിച്ചുകൊണ്ടാണ് CPMന്റെ അല്ലെങ്കിൽ EMSന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വന്നത്. പക്ഷെ അധികാരത്തിലേറിയ നിമിഷം മുതൽ അല്ലെങ്കിൽ ആ ദിവസം മുതൽ അവർക്ക് CPMന് 2 അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കേന്ദ്രത്തിനെതിരെ സമരം, എന്നും കേന്ദ്രവിരുദ്ധ സമരം. രണ്ടാമത് എങ്ങനെയെങ്കിലും CPI അടിച്ചിരുത്തുക, അപമാനിക്കുക, അവഹേളിക്കുക, അവരൊന്നുമല്ലെന്ന് വരുത്തി തീർക്കുക. അതായിരുന്നു സ്ഥിരം പരിപാടി. കുറെ കാലം CPI ക്ഷമിച്ചു. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അളമുട്ടിയാൽ ചേരിയും കടിക്കുമെന്ന മട്ടില് സഹിക്കാൻ മേലാതായപ്പോൾ CPI തിരിഞ്ഞു നിന്ന് സംസാരിക്കാൻ തുടങ്ങി. പാർട്ടിയെ നിരന്തരം അവഗണിക്കുക, CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ കയറി ഇടപെടുക. ആലോചിച്ച് നോക്കണം. MN TV മുതലായ തലപ്പൊക്കമുള്ള നേതാക്കന്മാരായിരുന്നു അവരുടെ മന്ത്രിമാര്. അവരുടെ വകുപ്പുകളിൽ കയറി കളിക്കുക. ഇതൊക്കെ ആയപ്പോൾ CPI പറഞ്ഞു നടക്കില്ല. അവസാനം അവർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കേണ്ടി വന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കാനം സെക്രട്ടറി ആയിരിക്കുമ്പോൾ CPI മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചത്. 1967 മന്ത്രിസഭയ്ക്ക് പിന്നീട് എന്താ സംഭവിച്ചത്? രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയാവുന്ന നമ്മുടെ EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ CPI മുമ്പിൽ നിന്ന് പൊരുതി അല്ലെങ്കിൽ കളിച്ച് താഴെയിറക്കി, അധികാരത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അവസാനം CPM സ്വപ്നം പോലും കാണാത്ത രീതിയിൽ അച്യുതമേനോനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മുഖ്യമന്ത്രിയാക്കി. അന്ന് തുടങ്ങിയ പകയാണ് CPMന് CPIയോട്. അതിപ്പോഴും തുടരുകയാ. അത് മനസ്സിലാകാത്ത ഏക പാർട്ടി കേരളത്തിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാകാത്ത ആളുകൾ കേരളത്തിൽ CPI മാത്രമാണ്, അല്ലെ CPIക്കാര് മാത്രമാണ്. എന്നും CPIയെ ഒരു 1ാം നമ്പർ ശത്രുവായിട്ടാണ് CPM കണ്ടിരുന്നതെങ്കിലും പിന്നീടുള്ള കാലത്ത് PK വാസുദേവൻ നായർ, NE ബലറാം, CK ചന്ദ്രപ്പൻ, വിളിയം ഭാർഗവൻ, ഒരു പരിധിവരെ കാനൻ രാജേന്ദ്രൻ, അവരെയൊക്കെ CPM അംഗീകരിച്ചിരുന്നു. തുല്യനിലയിൽ അവർക്കൊരു കസേര ലഭിക്കുമായിരുന്നു. അതുകൊണ്ടാണ് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചപ്പോൾ വിളിയം ഭാർഗവൻ പ്രതിഷേധിച്ചതും സീറ്റ് വാങ്ങിച്ചെടുത്തതും. അതുകൊണ്ട് തോമസ് ആന്റിയെ രാജിവെപ്പിക്കാൻ പിണറായി വിജയൻ നിർബന്ധിതനായത്. CPI അറിയാതെ പോലീസ് കമ്മീഷണറേറ്റ് നടപ്പാക്കാൻ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അതിനെ വെട്ടിയത്. പിന്നെ പത്രസ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടപ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിച്ചത്. അതൊക്കെ അന്ന് CPIക്ക് സാധിക്കുമായിരുന്നു.
മുന്നണിയിലെ ഒരു തിരുത്തൽ ശക്തി എന്നൊരു പേര് അവർക്ക് അതുകൊണ്ട് തന്നെ ലഭിച്ചിരുന്നു. ഇപ്പോ അവസ്ഥ എന്താണ്? ആശയപരമായി നോക്കിയാല് ഈ PM3 എന്ന് പറയുന്നത് ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റിയതല്ല CPM-നെയും CPI-യെയും സംബന്ധിച്ചിടത്തോളം. എന്നിട്ടും CPI എതിര് പറഞ്ഞിട്ടും, CPM-ന്റെ വകുപ്പാണ് വിദ്യാഭ്യാസം, അപ്പൊ അത് ശരിയാ. പക്ഷെ എന്നിട്ട് പോലും CPI എതിർത്തിട്ടും, പരസ്യമായിട്ട് എതിർത്തു, മന്ത്രിസഭയിൽ പറഞ്ഞു, ഇടതുമുന്നണി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അതൊന്നും കേൾക്കാതെ, ഇവരോട് ആലോചിക്കുക പോലും ചെയ്യാതെ ഇപ്പോൾ PM3-യിൽ ഒപ്പുവെച്ചിരിക്കുക. ഇതിൽ പരം ഒരു ചവിട്ടിത്തേക്കല്, അപമാനം CPI പാർട്ടിക്ക് എങ്ങനെ സഹിക്കാനാവും? CPI എന്ന പാർട്ടിയും അതിലെ പ്രവർത്തകരും സഖാക്കളും വളരെ ശാന്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര കാലം ഈ അപമാനം സഹിച്ചുകൊണ്ട് CPM-ന്റെ തൊഴുത്തിൽ കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കും? വല്ലപ്പോഴും കിട്ടുന്ന കുറെ വൈക്കോലും കാടിവെള്ളവും കഴിച്ചുകൊണ്ട് എങ്ങനെ നിശബ്ദരായിട്ട് അവരുടെ ആട്ടും തുപ്പും തൊഴിയുമേറ്റ് കഴിയാൻ പറ്റും? വല്ലപ്പോഴും കിട്ടുന്ന കാടിയ അതാ ഇപ്പോഴ് പുറംകാല് കൊണ്ട് CPM ചവിട്ടിത്തെറിപ്പിച്ചിരിക്കുന്നത്. 1969 അച്യുത മേനോൻ മുഖ്യമന്ത്രിയാകുന്നത് കോൺഗ്രസിന്റെയും കൂടെ സഹായത്തോടും പിന്തുണയോടും കൂടിയാ. പിന്നീട് 70-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചു. പിന്നീട് കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേർന്നു. അവസാനം 1978 ഫട്ടിൽഡ കോൺഗ്രസിന്റെ സമയമായപ്പോ CPIക്ക് ഒരു വീണ്ടും വിചാരം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥ ഒരു കാരണമായിട്ട് ബാക്ക് ഗ്രൂപ്പിലുണ്ട്, അത് മറക്കുന്നില്ല. അപ്പോൾ ഒരു ചിന്ത, നമുക്ക് ഇടതുപക്ഷ ഐക്യം ഊട്ടി വളർത്തണം. അതിനുവേണ്ടി ഫട്ടിൽഡ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. CPI കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി വിട്ട് ഇറങ്ങിപ്പോരണമെന്ന്. അന്ന് തീർന്നതാണ് CPI-യുടെ ഭാഗ്യദശ. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന കാലത്ത്, ഒരു ചെറിയ കാലമാണ് അക്കാലത്ത്, CPI-ക്കും അതിന്റെ നേതാക്കൾക്കും കിട്ടിയിരുന്ന ബഹുമാനം, പരിഗണന പിന്നീട് എപ്പോഴെങ്കിലും ആ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? അതാ പറഞ്ഞത്, ശാന്തമായിട്ടൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ LDF-മായി ചേർന്നു. അപമാനമല്ലാതെ, അവഗണനയല്ലാതെ നിങ്ങൾ എന്തെങ്കിലും അവരെ തുല്യ നിലയിൽ പരിഗണിച്ചിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങള് പിടിച്ചു വാങ്ങിച്ചതാ. മനസ്സിലായില്ലേ? ചന്ദ്രപ്പനും വെളിയവും കാനവും ഒക്കെ പിടിച്ചു വാങ്ങിച്ചതാ. അല്ലാതെ അവര് നിങ്ങളെ ഒരു സഹോദര പാർട്ടി, ആ കോംറേഡ്ഷിപ്പ്, അത് നിങ്ങളോട് എപ്പോഴെങ്കിലും ഈ പാർട്ടി കാണിച്ചിട്ടുണ്ടോ? കേരളത്തിലെ CPIയുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു അധ്യായമാണ് അച്യുത മേനോന്റെ ഭരണകാലം. ആ ഭരണകാലത്തെ നേട്ടങ്ങൾ മാത്രമല്ല, CPIക്ക് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം കിട്ടിയ ഒരു സമയം. കോംറേഡ്സ്, ഒന്ന് ആലോചിച്ചേ, ആ അച്യുത മേനോൻ സർക്കാരിന്റെ ജൂബിലികൾ മര്യാദയ്ക്ക് ആഘോഷിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? CPM-നെ പേടിച്ചിട്ടാ. CPM-ന്റെ കൂടെ നിൽക്കുമ്പോ നിങ്ങൾക്ക് അച്യുത മേനോൻ സർക്കാരിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കാൻ സാധിക്കില്ല. കാരണം 1969 EMS സർക്കാർ താഴെ വീണപ്പോൾ അധികാരം ഏറ്റെടുത്തത് മുതൽ CPM ഇവിടെ ചെയ്തിരുന്നത് അച്യുത മേനോൻ സർക്കാരിനെ വേട്ടയാടുക എന്നുള്ളതായിരുന്നു. അറുകല മേനോൻ എന്നാണ് അന്ന് CPM അച്യുത മേനോനെ വിളിച്ചിരുന്നത്. ആ പാർട്ടിയോടാണ് നിങ്ങൾ സഹകരിച്ചത്. ഇതുവരെ അപമാനം സഹിച്ച് ആ മുന്നണിയിൽ തുടർന്നത്. ആശയപരമായി നോക്കുമ്പോഴേ PM3 ഒപ്പുവെച്ചത് വലിയ തെറ്റാ. പക്ഷെ അതിനെ അത് മാത്രമായിട്ട് കാണണ്ട. ഇത് CPI-യെ മൂടോടെ ഉന്മൂലനം ചെയ്യാനുള്ള CPM-ന്റെ വലിയൊരു ഗ്രാൻഡ് ഡിസൈന്റെ ഭാഗമാണ്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം ഈ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങളിൽ വീതം വെച്ച് വളരെ സന്തോഷമായിട്ട് കഴിയുകയാണല്ലോ. 4 മന്ത്രിമന്ദിരങ്ങളുണ്ടല്ലോ നമ്മുടെ മന്ത്രിമാർക്ക്. മറ്റ് അനുസാരികള്, മറ്റ് പദവികൾ ലഭിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വിഷമം വരും. പക്ഷെ അതാണ് സത്യം, യാഥാർത്ഥ്യം, വാസ്തവം. അതുതന്നെയാണ് ഏത് CPI, എന്ത് CPI എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാർക്സ് ചോദിച്ചതിന്റെ അർത്ഥം. ശാന്തമായിട്ടിരുന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. CPI എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ 2 തട്ടിലാണെന്നും അവിടെ വിഭാഗീയതയുണ്ടെന്നും അതുമൂലം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദുർബലനാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങളെ തകർക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെ അപമതിച്ച് പുറത്താക്കാനുള്ള, അല്ലെങ്കിൽ നിശബ്ദരാക്കാനുള്ള, അവർ പുറത്താക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല, നിങ്ങളുടെ കുറച്ച് വോട്ടുണ്ടല്ലോ, അപമതിച്ച് അവിടെ ഒരു മൂലക്കിരുത്താനുമുള്ള ഈ CPM-ന്റെ അജണ്ട. CPI-യുടെ ഈ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും PM3-യിൽ കേരളം ഒപ്പുവയ്ക്കാൻ തയ്യാറായത്? നമ്പർ 1, 1466 കോടി രൂപ. ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ
അതിലൂടെ നാം ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളം ചെയ്യുന്നത്, BJPയുടെ കാവ്യവൽകൃത ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായിട്ട് സമൂലമായിട്ട് കേരളത്തിൽ നടപ്പാക്കുക എന്നുള്ളതായിരിക്കും. ഈ 1466 കോടി രൂപയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട വില ഏതാണ്ട് അതാണ്. അപ്പൊ ഈ പണം വേണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്ക് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതിന് കാശ് വേണം. അതിന് ഈ കാശ് ഉപയോഗിക്കാം. വകമാറ്റി ചെലവഴിച്ചാണല്ലോ നമ്മുടെ പരിചയം, അതാണല്ലോ നമ്മുടെ രീതി. അപ്പൊ ഈ 1466 കോടി രൂപ കിട്ടിയാൽ അത്യാവശ്യം അടുത്ത തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള ചില പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് കേരളത്തെ ഇവര് ഒറ്റിക്കൊടുത്തത്. ഒറ്റിക്കൊടുത്തെന്ന് തന്നെ പറയണം. പണ്ട് 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കരിയോത്താവിന്റെ റോളാണ് നിങ്ങൾ നടപ്പാക്കിയത് CPM. അത് മറക്കരുത്. രണ്ടാമത്തെ കാരണം ഒരുപക്ഷെ അതാണ് വളരെ പ്രധാനപ്പെട്ടത്. CPM ഇപ്പോൾ ഡൽഹിയിലുള്ളവരുടെ പുതിയ യജമാനന്മാരുടെ പ്രീതി പിടിച്ചു പറ്റണം. ഡൽഹിയിലെ യജമാനന്മാരെന്ന് പറയുമ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ എന്നോ കേന്ദ്ര കമ്മിറ്റി ഒന്നൊന്നും വിചാരിക്കണ്ട. തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. അത് BJP ആണ്, മോഡിയുടെ സർക്കാരാണ്, മോഡിയാണ്, അമിത്ഷാണ്. അവരുമായിട്ടാണ് ഇപ്പോൾ ആലോചനകള്, ചർച്ചകള്, തീരുമാനങ്ങള്. ഈ PM3യിൽ ഒപ്പുവയ്ക്കുക എന്നുള്ളത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ചയിലെടുത്ത തീരുമാനമാണ്. ഒപ്പുവെച്ചേക്കാവേ എന്ന് പറഞ്ഞതാ. അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഇടങ്കേട് കാണിച്ചാൽ കളി മാറും. തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പം ലാവ്ലിൻ കേസ് പൊങ്ങി വരും. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ വിചാരണയ്ക്ക് വിധേയനാക്കണമെന്നാണ് ഈ ലാവ്ലിൻ കേസിലെ ആവശ്യം. 40 തവണയത് സുപ്രീം കോടതി മാറ്റിവെച്ചതാ. കോടതി ഇപ്പൊ അതങ്ങ് പരിഗണിക്കുകയും വിചാരണയ്ക്ക് വിധേയനാകട്ടെ എന്ന് പറയുകയും ചെയ്താല് കാരണഭൂതർ മൂക്കും കുത്തി താഴെ വീഴും. LDF അതോടെ മൂക്കും കുത്തി താഴെ വീഴും. CPI അല്ലവരുടെ പ്രശ്നം. മനസ്സിലായില്ലേ? ഉടനെ എക്സാലോജിക്കിങ് പൊങ്ങി വരും. 1.72 കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് വാങ്ങിച്ച പ്രതിഫലം കരിമണൽ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വാങ്ങിച്ച കാശ്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ട് പുറത്തിറങ്ങിയ ED സമൻസ് 2.5 കൊല്ലം മുമ്പാണ് ഇറങ്ങിയത്. ഇപ്പോഴെങ്ങനെയാണ് ആ സമൻസ് ചോർന്നത്? വെറുതെ അങ്ങ് ചോർന്നതാ? അല്ലെങ്കിൽ മലയാള മനോരമ ലേഖൻ നടന്നുപോയപ്പം റോഡിൽ കിടന്ന് കിട്ടിയതാണോ ആ സമൻസിന്റെ കോപ്പി? അല്ലല്ലോ. അതിന്റെ പിന്നിലെ കളിയേ എന്തായിരുന്നു? ഇപ്പൊ വല്ലതും പിടുത്തം കിട്ടി വരുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കാനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദിയായിട്ടും അമിത്ഷായുമായിട്ടൊക്കെ നമ്മൾ ചില ചർച്ചകൾ നടത്തുന്നത്. അപ്പൊ PM3 ഒപ്പുവെച്ചേ പറ്റൂ. നമ്മൾ കേരളത്തിലെ ജനങ്ങളെയും ഒറ്റിക്കൊടുക്കും, CPI ഒറ്റിക്കൊടുക്കും. എന്താ സംശയം? അതായിരുന്നു പ്രധാന കാരണം. ഇനിയത്തെ കാരണം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ചില തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ CPM സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ BJP അണികൾക്കൊരു തടസ്സമുണ്ടാവരുത്. നമ്മൾ ചില ധാരണകൾ ഉണ്ടാക്കാൻ പോവാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ ഒരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമാണെന്ന്. നമ്മൾ ഈ കാണുന്ന LDF അല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഒരു അദൃശ്യ സഖ്യകക്ഷി ഉണ്ടാവും. പരസ്യമായിട്ട് വരത്തില്ല, അദൃശ്യമായിട്ട്. അന്തർധാര എന്നൊക്കെ പറയുന്നത് അതാണ്. ഈ അദൃശ്യ കക്ഷിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവരുണ്ടാവും. അപ്പൊ അവർക്ക് CPMന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനൊരു വിഷമം തോന്നരുത്. അപ്പോൾ ഈ PM3 പോലെ 100% സംഘപരിവാർ പദ്ധതി നടപ്പാക്കാൻ സമ്മതിച്ചു കൊടുക്കുമ്പോ പിന്നെ നമ്മൾ മച്ചാനുമായില്ലേ? CPM-ഉം BJP-യും. പിന്നെ BJP-ക്കാർക്ക് CPM നോട്ട് ചെയ്യുന്ന എന്തെങ്കിലും വിഷമം വരുമോ? അതാണ് അതിന്റെ പിന്നിലുള്ളത്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇതോടെ CPI-യുടെ വരി ഉടയ്ക്കണം, അതില്ലാതാക്കണം, നാണം കെടുത്തി ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അവരുടെ മിണ്ടാട്ടം മുട്ടിക്കണം. CPI ഇടതുപക്ഷം തന്നെ വിട്ട് പുറത്തു പോവുകയില്ലെന്നാണ് CPM-ന്റെ വിചാരം. അപ്പൊ അവരെ അവിടെ ഇട്ട് ശരിപ്പെടുത്തണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ സീറ്റൊക്കെ ചോദിക്കും. ഇവ കാഞ്ഞങ്ങാട് കഴിഞ്ഞാല് നാദാപുരവും കഴിഞ്ഞാൽ പിന്നെ CPI-യുടെ കൊടി കാണണമെങ്കിൽ പട്ടാമ്പിയിൽ എത്തണമെന്നാണ് ഓർമ്മ. ഇടയ്ക്ക് വേറെ മണ്ഡലങ്ങളുണ്ടോ എന്ന് ഇപ്പോ ഓർമ്മയിൽ കിട്ടുന്നില്ല. അപ്പൊ അടുത്ത തവണ അങ്ങ് വടക്കൻ മലബാറിന് കുറച്ചുകൂടെ പ്രാതിനിധ്യം വേണമല്ലോ CPI-ക്ക്, അതൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഇവന്മാർക്ക് തോന്നലുണ്ട് ഇടതുപക്ഷ മുന്നണിയിലെ എന്തോ തിരുത്തൽ ശക്തിയാണ്. കുറെ കാലം സഹിച്ചു, എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചതാ. അങ്ങനെ തിരുത്തൽ ശക്തി കളിക്കൊന്നും വേണ്ട ഇടതുപക്ഷ മുന്നണിയിൽ CPI. മനസ്സിലായില്ലേ? ഉള്ള കഞ്ഞി കുടിച്ചോണ്ട് തൊഴുത്തിന്റെ മൂലയിലെങ്ങാനും കഴിഞ്ഞോണം. ചിലപ്പോ ചവിട്ടി തേക്കും. അതൊക്കെ സഹിച്ചുകൊണ്ട് കിടന്നോണം. അതാണ് CPI-യെ കേരള സമൂഹത്തിന് മുമ്പിൽ ഒന്നുമല്ലാതാക്കുക. അതാണ് MP ഗോവിന്ദൻ മാഷ് ചോദിച്ചത്, എന്ത് CPI, എന്തോന്ന് CPI എന്ന്. ഈ PM3 കരാറിലൊക്കെയുള്ള ഒപ്പുവെച്ച രീതി ഒന്ന് നോക്കൂ.
CPM ആദ്യമേ പറഞ്ഞു ഇതൊരു ഡിപ്പാർട്ട്മെന്റൽ കാര്യമാ, ഡിപ്പാർട്ട്മെന്റലായിട്ട് അങ്ങ് ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീമതി വാസുകി അവിടെ ചെന്ന് ഒപ്പുവെച്ചു. അന്നേരം ഇവിടെ വലിയ ചർച്ച നടത്തുകൊണ്ടിരിക്കുക. CPI മന്ത്രിസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ കമാന്ന് രക്ഷണം വേണ്ടിയില്ല. PMC എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്ത് ഇടതുമുന്നണി, എന്ത് ചർച്ച? അവിടെ ഒരു ചർച്ചയും നടന്നില്ല. എന്നാൽ ബിനോയ് വിശ്വത്തെങ്കിലും വിളിച്ചൊന്ന് സംസാരിക്കേണ്ടേ, അതും ചെയ്തില്ല. ബിനോയ് വിശ്വം ഗോവിന്ദൻ മാഷെ കണ്ടു. അപ്പൊ ഗോവിന്ദൻ മാഷ് ഇതിനെ പറ്റിയൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരു കരാർ ഒപ്പുവയ്ക്കുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അവസാനം വ്യാഴാഴ്ച CPIയുടെ സംസ്ഥാന കൗൺസിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന ആ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ തന്നെ വാസുകി ഡൽഹിയില് ഈ PM-ശ്രീ കരാറിൽ ഒപ്പുവെച്ചു. ഒന്ന് ആലോചിച്ചു നോക്കി ആ ഒപ്പുവെച്ച രീതി, അതിന്റെ സമയം. കൗൺസിലിൽ ഭയങ്കര വാഗ്വാദം നടക്കുക. അവിടെയാണ് ഒരംഗം പറഞ്ഞത് നമ്മള് മന്ത്രിമാരെ ഇനി പിൻവലിക്കണമെന്ന് മന്ത്രിസഭയിൽ നിന്ന്. അപ്പൊ വിനോദ് പറഞ്ഞു ഒരു കാരണവശാലും നമ്മുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഈ PMC ഒപ്പുവെക്കാൻ പോകുന്നില്ലെന്ന്. സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളെ അങ്ങനെയാണ് അദ്ദേഹം ആശ്വസിപ്പിച്ചത്. ഏതാണ്ട് അതേ സമയത്ത്, അതേ മുഹൂർത്തത്തിൽ, ഒരു സമയവും തെറ്റാതെ വാസുകി അവിടെ അങ്ങ് ഒപ്പുവെച്ചു. എന്തൊരു കഷ്ടം! CPI എന്ന് പറഞ്ഞ പാർട്ടിയും അതിലെ പ്രവർത്തകരും ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക. ഇങ്ങനെ ചവിട്ടും തൊഴിയുമേറ്റ് ഒരൽപ്പം കഞ്ഞിക്കും കാടിക്കും വൈക്കോലിനും വേണ്ടി നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തണോ? നിങ്ങളുടെ അന്തസ് ബലിവഴിക്കണോ? നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 78 ഇടതുപക്ഷ ഐക്യമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അന്ന് ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അല്ലേ? അന്ന് CPIയുടെ PK വാസുദേവൻ മുഖ്യമന്ത്രി ആയിരുന്നല്ലേ? എന്നിട്ടും അതിനെ തള്ളിപ്പറഞ്ഞു പോയതല്ലേ? ഇപ്പൊ എവിടെയാ ഇടതുപക്ഷ ഐക്യം? അല്ലെങ്കിൽ എവിടെയാണ് ഇടതുപക്ഷ പാർട്ടികള്? പിന്നല്ലേ ഐക്യം? കേരളത്തിലാണ് അത്യാവശ്യത്തിന് CPIയും CPM ഒക്കെ ഉള്ളത്. ഇവിടെ എന്താ നടക്കുന്നത്? എന്ത് ഇടതുപക്ഷ ഐക്യമാണ്? CPMന്റെ ഏകാധിപത്യമല്ലേ ഇവിടെ നടക്കുന്നത്? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഇടതുപക്ഷ ഐക്യം, ഇടതുപക്ഷ ഐക്യം, ഇടതുപക്ഷ ഐക്യമെന്ന് ഞരങ്ങിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നത്? തെരഞ്ഞെടുപ്പ് വരാൻ ഇനി സമയമുണ്ട്. നിങ്ങൾക്ക് ആലോചിക്കാനും തീരുമാനിക്കാനും പ്രവർത്തിക്കാനും ഇനിയും സമയമുണ്ട്. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവി പറഞ്ഞിട്ടുണ്ട്. അല്പം ഭേദഗതി ചെയ്ത് അടിമത്തം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് പാടാം ബിനോയ് വിശ്വം.